മർക്കസ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടാബ്ലറ്റും റീചാർജും സൗജന്യം. ഓൺലൈൻ പഠനത്തിന് വേറിട്ട മാതൃകയുമായി മർക്കസ്. UAE എഴുത്തുകാരനും നയതന്ത്രജ്ഞനുമായ ഡോക്ടർ ഹുസൈൻ ഗുബാഷിന് വിട. ഓൺലൈൻ കലാവിരുന്നുമായി മർക്കസ് മാലിക് ദിനാർ. എഴുത്തുകാരൻ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബലിപെരുന്നാൾ ആഘോഷം ജാഗ്രത കൈവിടരുതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മർക്കസ് ലോ കോളേജിൽ നിന്ന് 26 വിദ്യാർത്ഥികൾ അഭിഭാഷകരായി എൻറോൾ ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ മർക്കസ് നോളജ് സിറ്റിയുടെ സാന്നിധ്യം വീണ്ടും ശ്രദ്ധേയമാകുന്നു. വേൾഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് കൗൺസിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മർക്കസ് നോളജ് സിറ്റി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സംബന്ധിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനിലൂടെയായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ദുബായ് മർക്കസിന് വീണ്ടും UAE സർക്കാരിന്റെ ആദരം. സേവന മേഖലയിലെ സജീവ സാന്നിധ്യത്തിനാണ് ആദരം. SSLC പരീക്ഷ 2020. മർക്കസിന്റെ 4 സ്കൂളുകൾക്ക് 100% വിജയം, 4 സ്കൂളുകൾക്ക് 99.8%. മലയോര മേഖലയിൽ വിജയക്കുതിപ്പിന്റെ വിസ്മയവുമായി മർക്കസ് ഫാത്തിമ ബി ഹയർ സെക്കൻഡറി സ്കൂൾ. ചിത്രകാരി അഞ്ജനയ്ക്ക് പഠനത്തിലും വർണ്ണപ്പകിട്ട്. +2 പരീക്ഷയിൽ ഉന്നത വിജയവുമായി മർക്കസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. മർക്കസിന്റെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് +2 പരീക്ഷയിൽ ഉന്നത വിജയം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇത്തവണ വിജയം നേടിയത്. ഒരു കുടുംബത്തിന് കൂടി മർക്കസിന്റെ കാരുണ്യ സ്പർശം. സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി മർക്കസ് ഫൈബർ വള്ളങ്ങളുടെ വിതരണം നടത്തി. മർക്കസ് നോളജ് സിറ്റിയെ ഹരിതാപമാക്കി SYS വേങ്ങര സോൺ. നോളജ് സിറ്റിയിൽ 300-ലധികം ഫലവൃക്ഷ തൈകൾ നട്ടാണ് വേങ്ങര സോൺ SYS മാതൃക കാണിച്ചത്. വാർത്തകൾ വിശദമായി. ഓൺലൈൻ ക്ലാസുകളിൽ സംബന്ധിക്കാൻ മൊബൈൽ ഇല്ലാത്ത ശരിയ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മർക്കസ് ടാബുകൾ നൽകി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3000-ലധികം വിദ്യാർത്ഥികളാണ് നിലവിൽ മർക്കസ് ശരിയ കോളേജിൽ പഠനം നടത്തുന്നത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറിയതോടെ ബുദ്ധിമുട്ടിലായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യമൊരുക്കാൻ മർക്കസ് പദ്ധതി ആവിഷ്കരിക്കുകയും അതുപ്രകാരം വിദ്യാർത്ഥികൾക്ക് ടാബുകൾ നൽകുകയും ചെയ്തു. കൂടാതെ സൗജന്യ റീചാർജ്, ഭക്ഷ്യധാന്യ വിതരണം, പഠനോപകരണ വിതരണം എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. ശരിയ കോളേജിലെ ഉസ്താദുമാർക്ക് ക്ലാസുകൾക്കായി ലാപ്ടോപ്പ് മർക്കസ് നൽകും. മർക്കസിൽ സജ്ജീകരിച്ച 2 ആധുനിക സ്റ്റുഡിയോ വഴിയാണ് എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന സഹീഹുൽ ബുഖാരി അടക്കമുള്ള ക്ലാസുകൾ സംവിധാനിച്ചിരിക്കുന്നത്. ഇമാറാത്തി എഴുത്തുകാരനും ഗവേഷകനും ചിന്തകനുമായ ഡോക്ടർ ഹുസൈൻ ഉബൈദ് ഗുബാഷ് നിര്യാതനായി. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത സുഹൃത്തും മർക്കസിന്റെ വൈജ്ഞാനിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സജീവ സഹകാരിയുമായിരുന്നു. الدكتور حسين غباش الذي انتقل من هذه الدار إلى دار الآخرة، وإنه كان رجلا صالحا وكاتبا مشهورا في أهم الموضوعات، وقد كتب أخيرا كتابا عن رسول الله صلى الله عليه وسلم محمد رسول الله صلى الله عليه وسلم على هذا الاسم. കോവിഡ് കാലത്ത് ഓൺലൈനിൽ കലാവിരുന്നൊരുക്കി മർക്കസ് മാലിക് ദിനാർ പാറപ്പള്ളി. സ്ഥാപനത്തിലെ വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച ക്യാമ്പസ് ഫെസ്റ്റ് യൻസ്പാനിംഗ് 2020 പ്രമുഖ കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരിയെ പോലെ തന്നെ ഭീഷണിയാണ് വർഗീയതയെന്ന് അദ്ദേഹം പറഞ്ഞു. മർക്കസ് മാലിക് ദിനാറിലെ അന്നബ സ്റ്റുഡൻസ് അസോസിയേഷൻ യാൻസ്പാനിംഗ് എന്ന പേരിൽ ഒരു കലോത്സവം നടത്തുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. സർഗാത്മകതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഇരുണ്ട സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ലോകം മുഴുവൻ പടരുന്ന മഹാമാരി മാത്രമല്ല, ആ മഹാമാരിയോളമോ അതിലേറെയോ ഭീകരമായ രീതിയിൽ വർഗീയത, ഭൂരിപക്ഷ വർഗീയത വിശേഷിച്ചും ഇന്ത്യയെ പോലുള്ള നാടുകളിൽ പടർന്നു പിടിക്കുന്നു. സർഗാത്മകമായ ആവിഷ്കാരങ്ങളിലൂടെ മനുഷ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണമെന്ന് സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു. കോവിഡ് രോഗികൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് ഓരോ വ്യക്തിയുടെയും വലിയ ഉത്തരവാദിത്വവും കടമയുമാണെന്നും ബലിപെരുന്നാളിനും ഉളുഹിയത്തിനും ഈ ജാഗ്രത ഒട്ടും കൈവിടരുതെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരളത്തിൽ സമ്പർക്കം മൂലം കോവിഡ് രോഗികൾ ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാകുന്നത്. ബലിപെരുന്നാളും ഉളുഹിയത്തും വിശ്വാസിക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതീവ ജാഗ്രതയോടെയും അധികൃതരുടെ നിർദ്ദേശപ്രകാരം
പാലിച്ചുമാണ് ഇവ നടത്തേണ്ടത്. ആരോഗ്യ സുരക്ഷയ്ക്ക് മികച്ച പരിഗണന നൽകണം. നിസ്കാരത്തിന് കുട്ടികളും പ്രായമുള്ളവരും പള്ളിയിൽ പോകരുത്. ഉളുഹിയത്ത് നടക്കുന്ന സ്ഥലങ്ങളിലും മാംസവിതരണത്തിലും ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് നിലവിൽ കാന്തപുരം മുന്നോട്ട് വച്ചിട്ടുള്ളത്. സാമൂഹ്യ വ്യാപനം ഉണ്ടാകാതിരിക്കാൻ അധികൃതരോടൊപ്പം ജനങ്ങളും പൂർണ്ണമായി സഹകരിക്കണം. രാഷ്ട്രീയ സംവാദങ്ങളും സമരങ്ങളും ജനാധിപത്യത്തിന്റെ മാർഗം തന്നെയാണ്. പക്ഷേ കോവിഡിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ അത് ബാധിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. മർക്കസ് നോളജ് സിറ്റിയിലെ ലോ കോളേജിൽ നിന്ന് 26 വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി അഭിഭാഷകരായി എൻറോൾ ചെയ്തു. പഞ്ചവത്സര കോഴ്സിന്റെ ആദ്യ ബാച്ചാണിത്. മർക്കസ് ലോ കോളേജിലെ BBA LLB ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് 5 വർഷ കോഴ്സിലെ ആദ്യ ബാച്ചിൽ ഉൾപ്പെടുന്ന 25 പേരാണ് ഈ കഴിഞ്ഞ ദിവസം അഭിഭാഷകരായി എൻറോൾ ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഓൺലൈൻ എൻറോൾമെൻറ്റിൽ പങ്കെടുത്ത് അഭിഭാഷക വൃത്തിയിലേക്ക് പ്രവേശിച്ച MLCയുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. 2014 മർക്കസ് ലോ കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കോളേജിലെ ത്രിവത്സര കോഴ്സിൽ ഉൾപ്പെട്ട 2 ബാച്ചുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ അഭിഭാഷകരായി സന്നദ്ധെടുത്തിരുന്നു. ഇതിൽ 30ഓളം പേർ മതമീമാംസയിൽ ബിരുദം നേടിയവർ കൂടിയാണ്. പ്രതിബദ്ധതയുള്ള നിയമപണ്ഡിതരെ വാർത്തെടുക്കാനും രാജ്യത്ത് നീതി നിഷേധിക്കപ്പെടുകയും നിയമസഹായം ലഭ്യമല്ലാതെ പോവുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന പുതിയ അഭിഭാഷകരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കോവിഡ് കാലത്തെ ഇസ്ലാമിക വിദ്യാഭ്യാസ സംവിധാനം എന്ന ശീർഷകത്തിൽ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് കൗൺസിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മർക്കസ് നോളജ് സിറ്റി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സംബന്ധിച്ചു. വേൾഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ റാഷിദ് അൽ നൊയ്മി അധ്യക്ഷത വഹിച്ചു. في كل هذه اللغات ويكون أجري المدارس بالتعليم المعلم في كل فصول، ولكن تعليمنا في المدارس خاصة كما تعرفون في كل يوم 2.5 ساعة، لأن الطلاب بعد ذلك يذهبون إلى مدارس الحكومية للتعليم الرسمية. കോവിഡ് കാലത്ത് ദുരിതബാധിതരിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിൽ മികച്ച വളണ്ടിയർ സേവനം ചെയ്ത മർക്കസ് ICF പ്രതിനിധികളെ ദുബായ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സന്നദ്ധ സംഘടനയായ വതനി അൽ ഇമാറാത്ത് അനുമോദിച്ചു. കോവിഡ് കാലത്ത് ദുരിതബാധിതരിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിൽ മികച്ച വോളണ്ടിയർ സേവനം ചെയ്ത മർക്കസ് ICF പ്രതിനിധികളെയാണ് ദുബായ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സന്നദ്ധ സംഘമായ വതനി അൽ ഇമാറാത്ത് അനുമോദിച്ചത്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന്റെ പ്രത്യേക സാക്ഷ്യപത്രം വതനി അൽ ഇമാറാത്തിന്റെ പ്രതിനിധികൾ കൈമാറി. ദുബായ് എക്കണോമിക് ബിൽഡിംഗിലാണ് ചടങ്ങുകൾ നടന്നത്. ചിത്രരചനയിൽ അനവധി പുരസ്കാരങ്ങൾ ലഭിച്ച മർക്കസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ജനയ്ക്ക് +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+. ഈ +2 കഴിയുമ്പോൾ ശരിക്കും മിസ് ചെയ്യും സ്കൂള്. അതിലെ ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ഇവിടെ എല്ലാ ടീച്ചേഴ്സും എന്ത് കാര്യത്തിനും എപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2019 ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ചിത്രരചനയിലാണ് മർക്കസ് ഗേൾസ് ഹയർ സെക്കൻഡറിയെ പ്രതിനിധീകരിച്ച് അഞ്ജന 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അഞ്ജനയെ കൂടാതെ മർക്കസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 6 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. മർക്കസിന് കീഴിലായി കൂമ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫാത്തിമ ബി സ്കൂളിന്റെ നേട്ടം കൂടി നാം എടുത്തു പറയേണ്ടതുണ്ട്. സയൻസ് വിഭാഗത്തിൽ 100% വിജയം സ്കൂൾ കരസ്ഥമാക്കി. 9 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഏറ്റവും മികച്ച ലിറ്റിൽ കെയ്റ്റ്സ് പുരസ്കാരം നേടിയതും ഫാത്തിമ ബിയാണ്. മർക്കസിന്റെ ഇന്റർഗ്രേറ്റഡ് കോഴ്സുകൾ നൽകുന്ന മർക്കസ് ഗാർഡൻ, കിൻസ്ലാൻഡ്, സീറ്റ അക്കാദമി, റൈഹാൻ വാലി, ഹാദിയ സ്ഥാപനങ്ങളിലെ 1000-ലധികം വിദ്യാർത്ഥികളും +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുണ്ട്. മർക്കസിന്റെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്ന മത്സ്യബന്ധന ബോട്ട് മലപ്പുറം ജില്ലയിലെ ആക്കോട് കടവിൽ നീറ്റിലിറക്കി. വിവിധ ജില്ലകളിലായി ഇതിനകം 25ഓളം മത്സ്യബന്ധന തൊഴിലാളികൾക്ക് മർക്കസ് ഫൈബർ വള്ളങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. 25ഓളം ഫൈബർ വള്ളങ്ങൾ നമ്മൾ കടലിലും പുഴകളിലും മറ്റും മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഫൈബർ വള്ളങ്ങൾ 30,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഇത്തരം വള്ളങ്ങളുടെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അത്യാവശ്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട ലൈഫ് സപ്പോർട്ട് എന്നുള്ള നിലക്കാണ് നമ്മളിത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഫൈബർ ബോട്ടുകൾക്ക് പുറമെ ടൈലറിംഗ് മെഷീൻസ്, ടൈലറിംഗ് സെൻറ്റേഴ്സ്, കറവ് പശുക്കൾ, നിരവധി ഉപജീവന മാർഗങ്ങളാണ് നമ്മൾ ആളുകൾക്ക് വേണ്ടി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അറിവിൻ്റെ നഗരിയായ മർക്കസ് നോളജ് സിറ്റിയെ ഹരിതാപമാക്കാൻ SYS പ്രവർത്തകരും സാന്ത്വനം ക്ലബ്ബ് അംഗങ്ങളും രംഗത്ത്. നോളജ് സിറ്റിയിൽ 300-ലധികം ഫലവൃക്ഷ തൈകൾ നട്ടാണ് വേങ്ങര സോൺ SYS പുതിയ മാതൃക കാണിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ടാബ്ലറ്റും റീചാർജും സൗജന്യം. ഓൺലൈൻ പഠനത്തിന് വേറിട്ട മാതൃകയുമായി മർക്കസ്. UAE എഴുത്തുകാരനും നയതന്ത്രജ്ഞനുമായ ഡോക്ടർ ഹുസൈൻ ഖുബാഷിന് വിട. ഓൺലൈൻ കലാവിരുന്നുമായി മർക്കസ് മാലിക് ദിനാർ. എഴുത്തുകാരൻ സജ്ജിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബലിപെരുന്നാൾ ആഘോഷം ജാഗ്രത കൈവിടരുതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മർക്കസ് ലോ കോളേജിൽ നിന്ന് 26 വിദ്യാർത്ഥികൾ അഭിഭാഷകരായി എൻറോൾ ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ മർക്കസ് നോളജ് സിറ്റിയുടെ സാന്നിധ്യം വീണ്ടും ശ്രദ്ധേയമാകുന്നു. വേൾഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് കൗൺസിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മർക്കസ് നോളജ് സിറ്റി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സംബന്ധിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനിലൂടെയായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ദുബായ് മർക്കസിന് വീണ്ടും UAE സർക്കാരിൻ്റെ ആദരം. സേവന മേഖലയിലെ സജീവ സാന്നിധ്യത്തിനാണ് ആദരം. SSLC പരീക്ഷ 2020. മർക്കസിൻ്റെ 4 സ്കൂളുകൾക്ക് 100% വിജയം, 4 സ്കൂളുകൾക്ക് 99.8%. മലയോര മേഖലയിൽ വിജയക്കുതിപ്പിന്റെ വിസ്മയവുമായി മർക്കസ് ഫാത്തിമ ബി ഹയർ സെക്കൻഡറി സ്കൂൾ. ചിത്രകാരി അഞ്ജനയ്ക്ക് പഠനത്തിലും വർണ്ണപ്പകിട്ട്. +2 പരീക്ഷയിൽ ഉന്നത വിജയവുമായി മർക്കസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. മർക്കസിന്റെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് +2 പരീക്ഷയിൽ ഉന്നത വിജയം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇത്തവണ വിജയം നേടിയത്. ഒരു കുടുംബത്തിന് കൂടി മർക്കസിന്റെ കാരുണ്യ സ്പർശം. സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി മർക്കസ് ഫൈബർ വള്ളങ്ങളുടെ വിതരണം നടത്തി. മർക്കസ് നോളജ് സിറ്റിയെ ഹരിതാപമാക്കി SYS വേങ്ങര സോൺ. നോളജ് സിറ്റിയിൽ 300-ലധികം ഫലവൃക്ഷ തൈകൾ നട്ടാണ് വേങ്ങര സോൺ SYS മാതൃക കാണിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.